രക്ഷിക്കും ഗൈസ്. ഫ്രണ്ട്സ്, ഞാനപ്പോൾ വീടിൻ്റെ ഉള്ളിൽ ഇരുന്നിരുന്ന് ഞാൻ ബോറടിച്ചു. അപ്പോൾ ഞാൻ ചുമ്മാ ഒന്ന് സിറ്റി വരെ പോയിട്ട് വരാമെന്ന് കരുതി. അപ്പോൾ ഞാനാണെങ്കിൽ എൻ്റെ കാറിനാണ് പോകുന്നത്. എൻ്റെ കാർ ഇത് പുറത്ത് തന്നെ കിടപ്പുണ്ട്. അപ്പോൾ ഞാനാണെങ്കിൽ എൻ്റെ കാർ എടുത്തുകൊണ്ടാണ് പോകുന്നത്. ഞാൻ കാർ എടുത്തുകൊണ്ട് ചുമ്മാ സിറ്റിയിലോട്ടൊക്കെ കറങ്ങാനാണ് പോകുന്നത് ഗൈസ്. വേറൊരു പണിയൊന്നുമില്ല. അത് കാരണം കാർ എടുത്തുകൊണ്ട് നമ്മൾ പോവുകയാണ് ഗൈസ്. അപ്പോൾ ഞാൻ ആണെങ്കിൽ വണ്ടി എടുത്ത് ഞാൻ വളച്ച് ഓടിച്ച് കഷ്ടപ്പെട്ട് ഓടിച്ച് പോവുകയാണ്. അതുകൊണ്ട് ആരോ ഇതുണ്ട് നമ്മളെ വിളിച്ച് നിർത്തിക്കുന്നുണ്ട് ഗൈസ്. ആ ചേട്ടൻ നമ്മളെ വിളിച്ചു ഗൈസ്. നമുക്കൊന്ന് നിർത്തി നോക്കാം ആ ചേട്ടൻ എന്തിനാണ് വിളിച്ചതെന്ന്. മോനെ ഞാനാ നിന്നെ വിളിച്ചേ. ഞാൻ നിനക്കൊരു പവർ തരാം. അതിനു മുമ്പ് നീ എനിക്കൊരു സഹായം ചെയ്യണം. സഹായമല്ല, നിനക്ക് പവർ വേണമെങ്കിൽ നീ ആണെങ്കിൽ ആ വഴിക്കൂടെ പോണ ആരെങ്കിലും ഒക്കെ സഹായിക്കണം. ചേട്ടൻ പറയണ സത്യമാണോ? അതെ മോനെ, ഞാൻ പറയണ സത്യമാണ്. നീ അപ്പോ എല്ലാവരെയും സഹായിച്ചിട്ട് വാ. ഗായ്സ്, അപ്പം നമ്മളാണെങ്കിൽ ഓരോരുത്തരെ സഹായിക്കാനാണ് പോകുന്നത് ഗായ്സ്. നമ്മളപ്പോൾ ആണെങ്കിൽ നടന്ന് ഓരോരുത്തരെ കണ്ടുപിടിച്ച് നമ്മൾ തന്നെ സഹായം എന്താ വേണ്ടതെന്ന് ചോദിച്ച് നമ്മൾ സഹായിക്കണം. ഇപ്പം ഞാൻ നടന്നാണ് പോകണം. വണ്ടിക്ക് പോയാൽ നമുക്ക് കൃത്യമായിട്ട് സഹായിക്കേണ്ട ആൾക്കാരെ കാണാൻ പറ്റില്ല. അത് കാരണം ഞാൻ നടന്നാണ് പോകുന്നത്. നടന്നല്ല, ഓടിയാണ് പോകുന്നത് ഗായ്സ്. എനിക്ക് നടക്കണമെന്നൊന്നും ഇഷ്ടമല്ല. അത് കാരണം ഞാൻ ഓടിയാണ് പോകുന്നത് ഗായ്സ്. ആൾക്കാരെല്ലാം കാണുവാണെങ്കിൽ നമുക്കിനി ചോദിക്കണം എന്തെങ്കിലും സഹായം വേണമെന്ന്. ഞാൻ ഓടി ക്ഷീണിച്ചു ഗായ്സ്. അതുകൊണ്ട് അവിടെ ഒരു ചേച്ചി എടുക്കുന്നുണ്ട്. നമുക്ക് ചോദിച്ചോ, ആ ചേച്ചി എന്തെങ്കിലും സഹായം വല്ല വേണോ? ഗായ്സ്, ആ ചേച്ചി നമ്മുടെ സഹായം ഒന്നും വേണ്ടാന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ വീണ്ടും ഓടാൻ തുടങ്ങുകയാണ്. ഇനി വീണ്ടും ആരെങ്കിലും കാണുകയാണെങ്കിൽ നമുക്ക് സഹായം ആണെങ്കിൽ ചെയ്തു കൊടുക്കാം. അവിടെ ഒരു ചേട്ടന് കാണാണ്ട് നമുക്ക് സഹായം ചോദിക്കാം. ചേട്ടാ, എന്തെങ്കിലും സഹായം വേണോ? എനിക്ക് നിന്റെ സഹായം ഒന്നും വേണ്ട ഗായ്സ്. അപ്പോൾ ഈ ചേട്ടന് നമ്മുടെ സഹായമൊന്നും വേണ്ടാന്നാണ് പറയണത്. അപ്പോൾ നമ്മൾ ആണെങ്കിൽ ഒന്നുകൂടി ഓടാൻ പോവാണ്. പുറകിലൊന്നും വേറെ ആൾക്കാരെ കാണാനില്ല. നമ്മൾ വീണ്ടും ഓടി നോക്കാം. ഫ്രണ്ടിലോട്ട് തന്നെ നമുക്ക് പോകാം. ആരെങ്കിലും കിട്ടാണ്ടിരിക്കില്ല. നമ്മളപ്പോൾ വീണ്ടും ഓടുകയാണ് ഗായ്സ്. നമുക്ക് നമ്മുടെ വണ്ടി ആയിരുന്നു ഭേദമെന്നാണ് എനിക്കിപ്പോൾ തോന്നണത്. പക്ഷേ നമുക്ക് ആൾക്കാരൊന്നും പെട്ടെന്ന് കാണാൻ പറ്റില്ല. അത് കാരണമാണ് ഞാൻ ഓടണ മെയിനായിട്ട്. അപ്പോൾ ഓടുമ്പോൾ ഒരു വ്യായാമം ആവുമെന്ന് വിചാരിച്ചാണ് ഞാൻ ഓടുന്നത് ഗായ്സ്. വേണ്ട, അവിടെ ഒരു പുള്ളി നിൽക്കുന്നുണ്ട്. ആ പുള്ളിക്കാരനോടൊന്ന് ചോദിച്ചു നോക്കാം എന്തെങ്കിലും സഹായം വേണോയെന്ന്. പുള്ളിക്കാരൻ കൊണ്ട് അവിടെ എന്തോ ചെയ്യുവാണ് ഗൈസ്. പുള്ളിക്കാരൻ്റെ അടുത്ത് ചെന്ന് നോക്കാം. ചേട്ടാ, എന്തെങ്കിലും സഹായം വേണോ? ഗായ്സ്, പുള്ളി നമ്മളെ മൈൻഡ് പോലും ചെയ്യാനുള്ള ഗായ്സ്. തിരിഞ്ഞടക്കുവാണ് നമ്മളെ കാണുമ്പോൾ. ചേട്ടോയ്, എന്താടാ, എനിക്ക് നിന്റെ സഹായമൊന്നും വേണ്ട. ഗായ്സ്, പുള്ളിക്ക് നമ്മുടെ സഹായമൊന്നും വേണ്ടാന്ന് പറഞ്ഞ് നമ്മളെ മൈൻഡ് ചെയ്യാണ്ട് പോവാണ് ഗായ്സ്. അപ്പം നമുക്കും പുള്ളീനെ മൈൻഡ് ചെയ്യാണ്ട് പോകുന്നത്. അവിടെ ഒരു ചേച്ചി നിൽക്കണ്ട. ആ ചേച്ചിയോട് എന്തെങ്കിലും സഹായം വേണമെന്ന് ചോദിക്കാം ഗായ്സ്. അപ്പോൾ നമ്മൾ സഹായം വേണമെന്ന് ചോദിക്കുകയാണ് കേട്ടോ ഗായ്സ്. ചേച്ചി എന്തെങ്കിലും സഹായം വേണോ ചേച്ചി? എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞോ. എനിക്ക് സഹായമൊന്നും വേണ്ട ഗായ്സ്. ആ ചേച്ചിക്ക് സഹായം വേണ്ടാന്നാണ് പറയണത്. അതുകൊണ്ട് അവിടെ ഒരു ചേട്ടൻ നിൽക്കണ്ട. ആ ചേട്ടനോട് നമ്മൾ ലാസ്റ്റായിട്ട് ആ ചേട്ടനോട് ഇനി ചോദിക്കുമ്പോൾ ഞാൻ മടുത്തു ഗായ്സ്. ആ പുള്ളിക്കാരൻ നമ്മളെ പറ്റിക്കണമാണല്ലോ. ലാസ്റ്റായിട്ട് ഞാൻ ആ ചേട്ടനോട് ഇന്ന് ചോദിക്കാൻ പോകുന്ന സഹായം വേണമെന്ന്. ചേട്ടൻ എന്തെങ്കിലും സഹായം വേണോ? എനിക്കൊരു സഹായം വേണം. എൻ്റെ ഒരു ഫ്രണ്ട് അടുത്തുള്ള സിറ്റിയിൽ നിൽക്കണ്ട്. അവനെ ഒന്ന് നീ സഹായിക്കുക. അവനൊരു ബൈക്കില്ല, നീ അപ്പോൾ അവന് ബൈക്ക് മേടിച്ചു കൊടുക്കുമോ? ഗായ്സ്, ആ പുള്ളിയുടെ ഫ്രണ്ടിൽ ബൈക്ക് മേടിച്ചു കൊടുക്കാനാണ് പറഞ്ഞത്. നമുക്ക് സ്ഥലം ഒന്ന് ചോദിക്കാം. ചേട്ടാ, ഫ്രണ്ടിൻ്റെ സ്ഥലം എവിടെയാ? ഇവിടെ അടുത്തൊരു വില്ലേജില്, അവിടെ അവൻ്റെ വീട്. ഞാൻ അവനോട് വിളിച്ചറിഞ്ഞേക്കാം, നീ ചെന്നോ. ഗായ്സ്, അപ്പോൾ നമ്മൾ വീട്ടിലോട്ട് നടന്നു വന്നിട്ട് നമ്മുടെ കാറ് അവിടെ ഇരുന്നത് നമ്മുടെ ഷെഡിലോട്ട് കയറ്റുകയാണ്. അപ്പോൾ നമ്മൾ കാറ് നൈസായിട്ട് കയറ്റിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഗായ്സ്. വണ്ടി നമ്മളപ്പോൾ അവിടെയായിട്ടാണ് നമ്മുടെ ബൈക്കിൻ്റെ കളക്ഷൻ ഇരിക്കുന്നത്. അത് കാരണം കാർ നമ്മുടെ ഇവിടെയാണ് വയ്ക്കുന്നത്. അപ്പോൾ ഞാൻ വണ്ടിക്ക് നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ബൈക്ക് എടുത്തിട്ട് പോകാം ഗൈസ്. അപ്പോൾ എൻ്റെ കയ്യിൽ 3 ബൈക്കാണ് ഉള്ളത്. ആദ്യം തന്നെ KTM, പിന്നെ ആണെങ്കിൽ നിഞ്ച, പിന്നെ ആണെങ്കിൽ ഒരു KGF-ൻ്റെ ഒരു ബൈക്കാണ്. അതിനാണ് ഏറ്റവും കോസ്റ്റ്ലിയായ ബൈക്ക്. അതാണ് ഞാൻ ഈ ഇടയ്ക്കാണ് മേടിച്ചത് ഗൈസ്. അപ്പം ഞാനാണെങ്കിൽ ആ ബൈക്ക് തന്നെ കൊടുക്കാമെന്ന് വെച്ചു. അപ്പം ഞാനാണെങ്കിൽ എൻ്റെ പുതിയ ബൈക്കാണ് ഗൈസ് ഞാൻ കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ ഞാനാണെങ്കിൽ കൊടുക്കാൻ കൊണ്ടുപോവാണ്. ആ പുള്ളിക്കാരൻ പറഞ്ഞ നമ്മുടെ ഈ വില്ലേജിൻ്റെ അവിടെയാണ് അവൻ്റെ ഫ്രണ്ട് നിൽക്കണമെന്നാണ്. അപ്പം നമുക്ക് ആ വില്ലേജിൻ്റെ അങ്ങോട്ട് പോവാം. എന്നിട്ട് നമുക്കാണെങ്കിൽ ഇത് ബൈക്ക് കൊണ്ടുപോയി കൊടുത്തിട്ട് വരാം കേട്ടോ ഗായ്സ്. ഞാനപ്പം 100, 110 പറപ്പിച്ചു വിടുന്നത് കേട്ടോ ഗായ്സ്. ഞങ്ങളുടെ കാട്ടിലോട്ടും വളയിലോട്ടൊക്കെ കയറുന്നുണ്ട് ഗായ്സ്. അതൊന്നും എനിക്കൊരു വിഷയമല്ല. എൻ്റെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ എത്രയും പെട്ടെന്ന് അവിടെ എത്തണം. എന്നിട്ട് ആ ചെറുക്കനെ കണ്ട്
നമ്മൾ ഈ ബൈക്ക് കൊടുക്കണം. അതാണ് എൻ്റെ മെയിൻ ഉദ്ദേശം. നമുക്കാണെങ്കിൽ ആ പുള്ളിക്കാരൻ പറയണ സത്യമാണോ അല്ലയോ എന്ന് അറിയണമല്ലോ. നമുക്ക് സൂപ്പർമാനെ പോലെ പറക്കാനൊക്കെ പറ്റുമെന്നാണ് പറഞ്ഞ പുള്ളിക്കാരൻ. പറക്കാൻ പറ്റുമെന്ന് അറിയണം. പറക്കാൻ പറ്റുമെങ്കിൽ ഇന്ന് ഞാനൊരു പൊളി പൊളിക്കും കേട്ടോ ഗായ്സ്. അപ്പം നമ്മുടെ മെയിൻ ഉദ്ദേശം പറക്കണം. അതാണ്. അതായത് നമ്മൾ വില്ലേജിൻ്റെ അവിടെ എത്തിക്കഴിഞ്ഞിട്ടുണ്ട് ഗായ്സ്. ഇവിടെ ഒന്നും ആരെയും കാണാനില്ല. നമുക്ക് ഉള്ളിലോട്ട് പോയി നോക്കാം. ഉള്ളിലും ആരെയും കാണാനില്ല കേട്ടോ ഗായ്സ്. ഇവിടെ വണ്ടി ഒന്നും ഒതുക്കാൻ പറ്റില്ല. ഇവിടെ ആണെങ്കിൽ ടാക്സ് അടയ്ക്കേണ്ടി വരും. കഴിഞ്ഞ ദിവസം പോലീസാണെങ്കിൽ എന്നെ പിടിച്ചതാണ് കേട്ടോ ഗായ്സ്. വേണ്ട ആ പുള്ളിക്കാരെ നിൽക്കണോ. നമുക്ക് ഇവിടെ ഒതുക്കാൻ പറ്റില്ല. ഞാനാണെങ്കിൽ മറന്നു പോയി ഗായ്സ്. വീണ്ടും കയറ്റി വെക്കാം. തിരിച്ചിട്ട് വരാം. ഇനി നമുക്ക് ആ വില്ലേജിൻ്റെ അപ്പുറത്തെ സ്പേസില്ലേ ഗായ്സ്. വില്ലേജിൻ്റെ ഉള്ളിലത്തെ സ്പേസാണ് ഇത്. ഇതോടും കൂടി വില്ലേജ് കഴിയണം. അതുകൊണ്ട് നമുക്ക് ഇവിടെ ഒതുക്കാൻ പറ്റും കേട്ടോ ഗായ്സ്. ഇവിടെ ഒതുക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് പോയി സംസാരിക്കാട്ടോ ഗായ്സ് ആ ചേട്ടനോട്. ചേട്ടനല്ല ആ ചേട്ടൻ. ഞാൻ ബൈക്ക് തരാൻ വന്നതാണ്. ഗായ്സ് ഞാൻ ഒന്ന് അറിയാണ്ട് തൊട്ടനാണ് പുള്ളിക്കാരെ ചുമ്മാ പിടിച്ചിരിക്കുന്നത്. അപ്പോൾ ഞാനൊന്ന് തിരിച്ചിടിക്കുകയില്ലെങ്കിൽ എനിക്ക് മനസ്സമാധാനം കിട്ടുക. ചേട്ടാ സോറി ചേട്ടാ. ഗായ്സ് ഈ ചേട്ടൻ്റെ ആണെങ്കിൽ ചെറുതായിട്ട് വട്ടുണ്ടെന്നാണ് തോന്നുന്നത്. ബൈക്ക് കൊണ്ട് കൊടുത്തിട്ട് ചുമ്മാ പിടിച്ചിരിക്കുകയാണ് കേട്ടോ ഗായ്സ്. അപ്പം ഞാനാണെങ്കിൽ ഓടുകയാണ്. പുള്ളിക്കാരനോടാണെങ്കിൽ ഇടികൂടാനൊന്നും നിൽക്കാനുള്ള. ഞാൻ നേരെ വീട്ടിലോട്ട് പോവാണ് ഗായ്സ്. അപ്പം ഞാൻ ഓടി വീട്ടിലോട്ട് പോവാണ്. ഈ ചേട്ടനെ ചുമ്മാ പിടിച്ചിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഗായ്സ് ഞാനത് കേൾക്കാൻ നിന്നാൽ പിന്നെ പുള്ളിക്കാരൻ്റെ ഇടി മൊത്തം ഞാൻ കൊള്ളേണ്ടി വരും. അപ്പം ഞാൻ നേരെ വീട്ടിലോട്ട് പോകട്ടെ ഗായ്സ് ഞാനങ്ങനെ ഓടി കഷ്ടപ്പെട്ട് വീട്ടിൽ എത്തിയിട്ടുണ്ട് ഗായ്സ്. ആ പുള്ളിക്കാരന് ശരിക്കും വട്ടായിരുന്നു കേട്ടോ ഗായ്സ്. എനിക്കിപ്പോൾ ശരിക്കും വയ്യ. എന്തോ പോലെ തോന്നുന്നു. തലറങ്ങല്ലോ തോന്നുന്നു ഗായ്സ്. ഞാനെങ്ങനെയാ ആകാശത്തെത്തിയ? ഗായ്സ് എനിക്ക് പറക്കാൻ പറ്റുന്നുണ്ട്.